ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗിബ്ലി സ്റ്റൈൽ സ്റ്റുഡിയോ ഫോട്ടോ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ഒരുപാട് പേർക്ക് ഇപ്പം തന്നെ അറിയാം. പല ആപ്പ് ഉപയോഗിച്ചിട്ട് പല ആളുകളും ഇത് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് തന്നെ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിന് വേണ്ട ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രോക്ക് എ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഇത് നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ഗ്രോക്ക് എ ഐ എന്നാണ് ഇതിൻ്റെ സ്പെല്ലിംഗ്. ഞാൻ പറഞ്ഞാൽ GROKAI. അപ്പോൾ ഗ്രോക്ക് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിൽ ID കൊടുത്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കണം. ഓപ്പൺ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ പ്ലസ് ബട്ടൺ കാണും. അതിനകത്ത് എഡിറ്റ് ഇമേജ് എന്നോ ക്രിയേറ്റ് ഇമേജ് എന്നോ കാണും. അതിനകത്ത് പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഗ്യാലറിയിലോട്ട് പോകും നേരിട്ട്. അപ്പോൾ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫോട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഏതാണോ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. അവിടെ ആസ്ക് എനിതിങ് എന്ന് കാണും. ആസ്ക് എനിതിങ്ങിൻ്റെ അവിടെ കൺവേർട്ട് ദിസ് ഇൻറ്റു പിസർ, കൺവേർട്ട് ദിസ് ഇൻറ്റു ഡ്രീം വർക്ക്, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അല്ലെ കൺവേർട്ട് ദിസ് ഇൻറ്റു ഗിബ്ലി സ്റ്റൈൽ സ്റ്റുഡിയോ, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ക്രിയേറ്റ് ആയി വരും. അപ്പോൾ ഒരു 5-10 മിനിറ്റ് 2-3 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. എന്നാലേ നമ്മുടെ ഈ ഫോട്ടോ കൺവേർട്ടായി വരത്തുള്ളൂ. അല്ലാതെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ബാക്ക് അടിച്ച് പോയാൽ പിന്നെ നമ്മുടെ ചാൻസസ് നഷ്ടപ്പെട്ടു. ഒരാൾക്ക് 3 വട്ടമേ ഗ്രോക്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെയും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ജിമെയിൽ ID ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കയറിയിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോട്ടോ തൊണ്ടേ കൺവേർട്ടായി വരുന്നുണ്ട്. ഞാൻ കൊടുത്തേക്കുന്ന പറഞ്ഞാൽ കൺവേർട്ട് ദിസ് ഇൻറ്റു പിസറാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ഞാൻ പല ചെയ്തിട്ടുണ്ട്. പല ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കൺവേർട്ട് ദിസ് ഇൻറ്റു പിസർ, കൺവേർട്ട് ദിസ് ഇൻറ്റു ഡ്രീം വർക്ക്, പിന്നാണെങ്കിൽ ഗിബ്ലി സ്റ്റൈൽ വീഡിയോ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഞാനാണെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് എല്ലാം കൊടുത്തേക്ക് എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ പിക്ക് ഇങ്ങനെ ക്രിയേറ്റ് ആയി വരുമ്പോൾ അതിൽ ആ ഇമേജിൽ തന്നെ പിടിച്ച് നിൽക്കുമ്പോൾ താഴെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സേവ് പിടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഗാലറിയിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോട്ടോ സേവ് ആകും. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഈ പിക്ക് ക്രിയേറ്റ് ആയിട്ട് വരത്തുള്ളൂ. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ബാക്ക് അടിച്ച് പോവുകയാണെങ്കിൽ ഇത് കിട്ടത്തില്ല. അതുപോലെ തന്നെ 3 വട്ടേ ചാൻസ് ഉള്ളൂ. പിന്നെ വേറെ ജിമെയിൽ ID നിന്ന് കയറാം. വേറെ ജിമെയിൽ ID നിന്ന് കയറാം. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ആവശ്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും പറ്റുന്നതാണ്. നമ്മൾ ഈ ടെൻഷൻ അടിച്ചിട്ടോ ആവശ്യമില്ലാത്തൊക്കെ ചെയ്ത് വെക്കുമ്പോഴാണ്, ടെൻഷൻ അടിച്ചിട്ടല്ല, നമ്മൾ ആവശ്യമില്ലാത്തൊക്കെ ചെയ്ത് വെക്കുമ്പോഴാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ചിലർക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോയിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ വീഡിയോയിലൂടെ ഫുള്ളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇതിൽ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ബൈ, സീ യു.